കൊല്ലം കുളത്തൂപ്പുഴയിലെ എണ്ണപ്പനത്തോട്ടത്തിൽ തീ പടരുകയാണ്. ഓയിൽ പാം കോർപ്പറേഷന്റേതാണ് ഈ എണ്ണപ്പനത്തോട്ടം. കൂടുതൽ ഇടങ്ങളിലേക്ക് തീ വ്യാപിക്കുകയാണ്. അവിടെ എണ്ണപ്പനകൾ കത്തിനശിക്കുന്നുണ്ട്. പ്രദേശത്തെ കനത്ത പുകപടലമാണ്. കുളത്തൂപ്പുഴയിൽ നിന്നിപ്പോൾ അരുൺ രാജ് തത്സമയം ചേരുന്നുണ്ട്. അരുൺ, ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഉന്മേഷം, ഒരു ഭാഗത്ത് അത് ഈ വലിയ എണ്ണപ്പനകൾ നിൽക്കുന്ന ആ ഭാഗം മാത്രമാണ് പൂർണ്ണമായി ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. അത് പൂർണ്ണമായും തീ മാറ്റി എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയുന്നത്. പക്ഷേ എന്താണ് ഈ ദൃശ്യങ്ങൾ, അത് ഈ 2000 ഹെക്ടറിന്റെ ഭാഗമായുള്ള സ്ഥലമാണ്. അവിടെ ഈ ഇപ്പോഴും തീ പടർന്ന് പിടിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആ മലയ്ക്കപ്പുറം അത് പൂർണ്ണമായും ഫോറസ്റ്റ് ഏരിയ ആണ്. വലിയ തോതിൽ തീ ഇങ്ങനെ പടർന്നു പിടിക്കുന്നുണ്ട്. കാറ്റുകൂടി ഒരു ഭാഗത്തേക്ക് വീശുകയാണ്. അതുകൊണ്ട് തന്നെ തീ പടർന്നു പിടിക്കുന്ന സാഹചര്യം ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം അത് 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ മാത്രമാണ് ഇപ്പോഴും ഈ സ്ഥലത്തേക്ക് എത്തിയത്. കുളത്തൂപ്പുഴയിൽ ഫയർഫോഴ്സ് സ്റ്റേഷൻ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ സമീപ സ്ഥലങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്താൻ വൈകി. ഇപ്പോൾ ഈ വാട്ടർ ടാങ്കുകളിൽ വെള്ളം എത്തിച്ച് ഫയർഫോഴ്സ് വാഹനത്തിലേക്ക് നിറച്ചുകൊണ്ടാണ് ഇത് പൂർണ്ണമായും ഇത് അടയ്ക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അരുൺ, ഇവിടേക്ക് ഈ ദൃശ്യങ്ങൾ കൂടി കാണിക്കാം. ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്ന കാഴ്ചയാണ്. എന്തായാലും ഈ പൂർണ്ണമായും എണ്ണപ്പനകൾ, പുതിയതായി സ്ഥാപിച്ച എണ്ണപ്പനകൾ അത് പൂർണ്ണമായും കത്തി നശിച്ചു. കോടികളുടെ നഷ്ടം ഈ ഓയിൽ ഫാമിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. ഇതിന്റെ മറുകരയിൽ കൂടി അത് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ ഈ പുക നിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ പോകുന്നത് ഒരുപക്ഷെ കാണാൻ കഴിയില്ല.